പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂലൈ മാസം 17-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു, അല്ലെ? എത്ര അത്ഭുതകരമായിട്ടാണ് സ്തോഷിച്ചത്. ഒന്ന് ഓർത്തു നോക്കിയേ. എന്തെല്ലാം അനർത്ഥങ്ങൾ വരാമായിരുന്നു, എന്തെല്ലാം അപകടങ്ങൾ വരാമായിരുന്നു. അതിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. ആ വലിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രമപ്പാ, 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 സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചതിന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ ആനന്ദത്തോടെ സ്തോത്രം പറയും. എല്ലാവരും അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞേ. എല്ലാവരും സ്തോത്രം പറഞ്ഞാണ്ട് ആരും മൗനമായിരിക്കരുത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അവൻ ആ നല്ല കർത്താവിന് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മുടെ കാര്യവും വ്യവഹാരവും നടത്തിത്തരുന്ന നല്ല കർത്താവിന് അല്പസമയം സന്തോഷത്തോടെ ആമേൻ ആമേൻ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ, അതിന് സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ, സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ, സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരുടെ മേലും കർത്താവിന്റെ പ്രത്യേക ഫേവർ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ശബ്ദം കേൾക്കുന്നവർ ആരോഗ്യം പ്രാപിക്കട്ടെ. അവർക്ക് ദീർഘായുസ് കൊണ്ട് അവരെ തൃപ്തി വരുത്തണം. അവരുടെ രോഗങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണം. അവരുടെ സകല ആവശ്യങ്ങളിലും ദൈവത്തിന്റെ സ്പെഷ്യൽ ഫേവർ അവർ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണം. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി അവൻ തന്റെ ജീവിതത്തിൽ എല്ലാവരും അനുഭവിപ്പാൻ ഇടവരട്ടെ. ഈ ശബ്ദം കേൾക്കുന്നവർ ആത്മാവിൽ നിറയട്ടെ. യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ആത്മപകർച്ച ഉണ്ടാകട്ടെ. ഇപ്പോൾ അവൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിന് വലിയ നിറവ് തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പകരപ്പെടട്ടെ. എല്ലാ ഭയങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. അയ്യോ, തോറ്റുപോകുമോ, നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്തകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. ദൈവിക സമാധാനത്താൽ എല്ലാവരും നിറയട്ടെ. പ്രത്യേകിച്ച് ഹല്ലേലൂയ, ഇന്ന് കിഡ്നിക്കകത്ത് സിസ്റ്റിനാൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ സിസ്റ്റ് അവിടുന്ന് റിമൂവ് ആയി പോകട്ടെ. അതുപോലെ ശരീരത്തിലുള്ള മറ്റെല്ലാ അസ്വസ്ഥതകൾക്കും ഇന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ, പൂർണ്ണ വിടുതൽ ലഭിക്കട്ടെ. കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിന്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷക്തദാസിദാസന്മാരെ ബലപ്പെടുത്തണം, ദൈവകൃപയിൽ പൊതിരണം. പ്രത്യേകിച്ച് ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ ഫേവർ ഇന്നത്തെ മീറ്റിംഗിൽ ഉണ്ടാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യുന്നതിന് നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. നിങ്ങൾ തക്ക സമയത്ത് ജോയിൻ ചെയ്യണം. അത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിന് 4-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 1 John chapter 4 verse 4. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. എന്റെ അകത്ത് വസിക്കുന്ന ക്രിസ്തു ലോകത്തിലുള്ള സകലത്തെക്കാളും വലിയവൻ. ഇവിടെ പറയുന്ന ലോകത്തിലുള്ളവനേക്കാൾ എന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് ഭയങ്കര ഭയമാണ്. നമ്മളെ പരാജയപ്പെടുത്താൻ പിശാച് ശ്രമിക്കുന്നു. ആ വിചാരത്തെക്കുറിച്ചുള്ള ഭയം, അയ്യോ അവർ നമുക്കെതിരായി നിൽക്കുന്നു, നമുക്ക് ദോഷം വരുമോ എന്നുള്ള പല ചിന്തകളാൽ മനസ്സ് കലുഷിതമാകുകയും ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ് വേണം. എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്.
അപ്പൊ അത് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് ശത്രുവിന്റെ പദ്ധതികളെ കാണുമ്പോൾ അല്ലെങ്കിൽ ശത്രുവിന്റെ പ്ലാനുകളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നിരാശപ്പെടുകയോ ഭയപ്പെടുകയോ ആവശ്യമില്ല. നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് നേരെ വരുന്ന ഏത് ശത്രുവിന്റെ പദ്ധതിയാണെങ്കിലും അതൊരിക്കലും ജയിക്കത്തില്ല. നിങ്ങൾ മാത്രമേ ജയിക്കുകയുള്ളൂ. കാരണം നിങ്ങളുടെ അകത്ത് ക്രിസ്തു വസിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള പരാജയ ഭയങ്ങൾ, അയ്യോ അങ്ങനെ ആയിത്തീരുമോ, കുറ്റബോധം, നമ്മുടെ കഴിവുകേടുകളെ കുറിച്ചുള്ള കാര്യങ്ങളെ, അല്ലെങ്കിൽ ആമേൻ നമുക്കെതിരെ ആരെങ്കിലും ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ, ഇതൊന്നും നമ്മളെ ബാധിക്കേണ്ട ആവശ്യമില്ല. നമ്മളിലുള്ളവൻ ഇവരിലുള്ളവനേക്കാൾ വലിയവനാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ 2 കരവും ഉയർത്തി വിളിച്ചു പറഞ്ഞാട്ടെ, എനിക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. യെശയ്യാവിന്റെ പുസ്തകം 54 അധ്യായത്തിന്റെ 17 വാക്യമാണ്. എനിക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. അത് ആമേൻ, ഒരു വെല്ലുവിളികളും ആമേൻ 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 നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല, ചലഞ്ചസുകൾ, വെല്ലുവിളികൾ ഉണ്ടാകത്തില്ലെന്നല്ല, പക്ഷെ ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ബാധിക്കുകയില്ല. അതാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത്. ആമേൻ. ഇന്ന് ഈ വാഗ്ദാനത്തിൽ നമുക്ക് ധൈര്യമായിട്ട് ഉറച്ചു നിൽക്കാം. കാരണം ഇത് കർത്താവിന്റെ ദാസന്മാരുടെ അവകാശമാണെന്നാണ് യെശയ്യാ 54:17 പറയുന്നത്. അവരുടെ നീതി എന്ന് ആമേൻ, ആ യേശുക്രിസ്തുവിനാൽ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരായ നമുക്കുള്ള അവകാശമാണ്. ആമേൻ. ശത്രുവിന്റെ ഒരായുധവും ഫലിക്കുകയില്ല. ഈ ആമേൻ ഇന്ന് പ്രഭാതത്തിൽ അതുകൊണ്ട് ഉറപ്പിക്കുക, ശത്രു എന്തൊക്കെ പ്ലാനുകൾ ചെയ്താലും അതൊന്നും ജയിക്കത്തില്ല. ആഭിചാരം ചെയ്തോട്ടെ, മന്ത്രവാദം ചെയ്തോട്ടെ, ആരോപണങ്ങൾ ഉന്നയിച്ചോട്ടെ, തിന്മ പറഞ്ഞോട്ടെ, ആമേൻ നിങ്ങളെ വലിച്ചിടാൻ നോക്കിക്കോട്ടെ, എന്തൊക്കെ പിശാച് പ്ലാൻ ചെയ്താലും ഇതൊന്നും ജയിക്കത്തില്ല. കാരണം നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. കൈ ഉയർത്തി 3 പ്രാവശ്യം പറഞ്ഞേ, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഒരിക്കലൂടെ പറഞ്ഞാണ്ട്, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ്, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക, ഒരു തിന്മയും ഭവിക്കത്തില്ല. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ജയാളികളായി തന്നെ മുന്നേറും. ദോഷം ഭവിക്കുവാൻ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സമ്മതിക്കത്തില്ല കേട്ടോ. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.